അല്ല, ശരത്ത് എവിടെ? അവിടുത്തെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അമ്മ. വിഷ്ണുണ്ട് കൂടെ. പിന്നെ എന്തു പറ്റി? ചന്ദ്ര തനിയെ? വേറെ എന്തെങ്കിലും? പേടിക്കണ്ട അമ്മ, എനിക്ക് ദേവിയെ ഒന്ന് കാണണമായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ വിഷ്ണു എന്നെ വിളിക്കും. ഞാൻ പോയി ശരത്തിനെ കൂട്ടിക്കൊണ്ടുവരാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, ഞാനല്ലേ പറയുന്നേ. അല്ല, ദേവിക എവിടെ? അവൾ അപ്പുറത്തുണ്ട്. ഓക്കെ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. നിനക്ക് നല്ല നിരാശയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. സാരമില്ല, ഇനിയും ഒരുപാട് തോൽക്കാനുള്ളതല്ലേ. അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് കൂട്ടിയാ മതി ഇത്. ജാമ്യം കിട്ടിയതുകൊണ്ട് എല്ലാം നേടിയെന്നാണോ നീ വിചാരിക്കുന്നത്? അയ്യോ, അങ്ങനൊരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ഇനിയും എത്രയോ കടമ്പകൾ കടക്കാനിരിക്കുന്നു. അതൊക്കെ കടക്കും. ഇനി അങ്ങോട്ട് ജയത്തിന്റെ പരമ്പര വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ജയിക്കുന്നു പറഞ്ഞാ അതിന്റെ അർത്ഥം നീ തോൽക്കുന്നു എന്നാണല്ലോ. എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് നിന്റെ ആഗ്രഹമല്ലേ. എന്ത് ചെയ്യാം, നടക്കില്ല. ഇതൊരു തുടക്കം മാത്രമാടി. അവസാനം എന്താണെന്നറിയോ? നിന്റെ കഴുത്തി കിടക്കുന്ന ആ താലിയില്ലേ, അതും ഞാനങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ഇത് വെച്ചതുപോലെ എന്റെ ബാഗിനുള്ളിൽ വയ്ക്കും. ഇത് അമ്മയുടെ താലിമാലയല്ലേ? അതെ. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്ന്? മോഷ്ടിച്ചതൊന്നുമല്ല, വക്കീലിന് കൊടുക്കാൻ ഫീസ് ഇല്ലാതെ വന്നപ്പോ എടുത്തു തന്നതാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ചന്ദ്രേ, ഈ മാല നീ എനിക്ക് തിരിച്ചു തരണം. നിനക്ക് എത്ര കാശ് വേണേലും ഞാൻ തരാം. നിനക്കെന്തിനാ ഈ മാല? ഇത് അച്ഛൻ ഇട്ടു കൊടുത്ത മാലയാ. ഇതിന് അതിൻ്റെതായ പവിത്രതയില്ലേ? ആദ്യ ചത്ത് കിടക്കയില്ലേടിയ മനുഷ്യൻ. കുറച്ചു കഴിഞ്ഞാ മുഴുവനായിട്ടും അങ്ങ് ചാവും. അപ്പൊ പിന്നെ എന്തിനാ ഈ മാല? അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ എഴുന്നേറ്റ് വരും. അത് നിന്റെ മറ്റൊരു വ്യാമോഹം. അതും നടക്കാൻ പോകുന്നില്ല. നിനക്ക് തോന്നുന്ന അടുപ്പൊന്നും അമ്മയ്ക്ക് ഈ മാലയോട് തോന്നുന്നില്ല. ഇതിട്ടു കൊടുത്ത ആള് ഇന്നോ നാളെയോന്നും പറഞ്ഞ് കിടക്കുകയാണെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാ ഒരു വിഷമവും ഇല്ലാതെ അമ്മ ഇത് ഊരി തന്നത്. ചന്ദ്ര, വാശികളെ. നിനക്ക് കാശല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. പകരം ഈ മാല എനിക്ക് തിരിച്ചു തരണം. സൗകര്യമില്ല. ഇത് എന്റെ കൈ തന്നെ ഇരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ ഈ മാല അതും ഞാൻ ഊരിയെടുക്കും. ഈ മാല ഒരു പ്രതീകമാടി. നീയും നിന്റെ അച്ഛനും തോൽക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ ലക്ഷണമായത്. നിന്റെ കഴുത്തിലെ ഈ മാല അഴിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ഞാനത് കാണാൻ വരും. ഒറ്റയ്ക്കല്ല, കൂടെ സിദ്ധു ഉണ്ടായിരിക്കും. ചന്ദ്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുങ്ങിയിരുന്നോ, നിന്റെ നല്ല കാലം ഇന്നത്തോടെ തീർന്നു. സുഖാണോ? അതെ, ശരത്തിന് ജാമ്യം കിട്ടി. ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടി അതങ്ങ് വാങ്ങിക്കൊടുത്തു. അതിന് പകരം അച്ഛന്റെ ഭാര്യ ഫീസായിട്ട് എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് അറിയോ? ദാ കണ്ടോ? അച്ഛൻ പണിയിച്ചു കൊടുത്ത താലിമാല.
സ്വന്തം ഭാര്യയ്ക്ക് വരെ മനസ്സിലായി ഇനി ഇതൊന്നും ഇട്ടോണ്ട് നടന്നിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇത് ഊരിത്തരൂ, ഒരു കുറ്റബോധവും ഇല്ലാതെ. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി അമ്മ ഇങ്ങനെ ചെയ്തപ്പോ. എന്നോട് നിങ്ങളും ദേവികൻ ചെയ്ത ചതിക്ക് ഇതൊന്നും ചെയ്താ പോരാ. അറിയാലോ എന്റെ സിദ്ധുന്റെ അവസ്ഥ. ഒരു വീട്ടിലാണെങ്കിലും 2 ലോകങ്ങളിലാണ് ഞങ്ങൾ കഴിയുന്നത്. അതിന് കാരണക്കാരിൽ ഒരാള് അച്ഛന്. ഇതെന്റെ മധുരമായ പ്രതികാരം. ഇതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളത് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനുള്ള സമയം വരട്ടെ, അപ്പൊ ഓരോന്നായിട്ട് തന്നോണ്ടിരിക്കും. ഒരു രഹസ്യം കൂടി പറയാം. ശരത് ഇവിടെ തിരിച്ചു വരാൻ പോകുന്നതേ പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ. സൂക്ഷിച്ചിരുന്നോണേ, എപ്പോഴാ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കാണാം. നിങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ. നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ശരത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അവൻ ഇനിയും നിത്യ കല്യാണം കഴിക്കാൻ തയ്യാറാ. ഞാൻ ആ കല്യാണം നടത്തും, ആരെതിർത്താലും ഇല്ലെങ്കിലും. മാല എവിടെ? ഏത് മാല? അമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന താലിമാല. അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് കല്യാണ സമയത്ത് അമ്മ അണിയിച്ച മാല. അതാണോ? അത് ഞാൻ ഊരി വെച്ചു. വല്ലാത്ത ചൊറിച്ചില്. അതൊന്ന് എന്റെ കണ്ണിലേക്ക് നോക്കി പറയോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ആ മാല കാണണം. ഇതുവരെ ഒരിക്കലും അമ്മ ദൂരി വെച്ചിട്ടില്ല. ഇപ്പൊ അത് കഴുത്തിൽ കാണുന്നില്ലെങ്കിൽ അത് അമ്മയുടെ കയ്യിൽ ഇല്ലെന്ന് അതിനർത്ഥം. എവിടെ പോയത്? അത് പോയി. എവിടെ? അത് കൊടുത്തു. ആർക്ക്? എന്തിന്? കേസ് നടത്താൻ കാശ് വേണ്ടേ? ഫീസ് കൊടുക്കണ്ടേ? കോടതിയിൽ ചെലവില്ലേ? എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? വേറൊരു വഴിയും കാണാതായപ്പോ ഞാനത് കൊടുത്തു. സ്വന്തം താലിമാലയായിരുന്നു അത്. അതൊന്നും ഓർത്തില്ലല്ലോ അമ്മേ. ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല, എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു.